ഹലോ ഡിയേഴ്സ്, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ഹോം മെയ്ഡ് പിസയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബാർബിക്യൂ ചിക്കൻ പിസയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. കടയിൽ നിന്ന് നമ്മൾ വലിയ പൈസ കൊടുത്താണ് ഒരു ലാർജ് സൈസുള്ള പിസയൊക്കെ വാങ്ങിക്കുന്നത്. പക്ഷെ നമുക്ക് വീട്ടിൽ ചെറിയ ചിലവിൽ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഓവണൊന്നും ഇല്ലാണ്ട് ഗ്യാസ് സ്റ്റോപ്പിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പിസയുടെ ആ ഒരു ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് ഇളം ചൂട് പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. അപ്പോഴേക്ക് നമുക്ക് മൈദ ഒന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് മൈദയാണ് എടുത്തുള്ളത്. ഇത് നമുക്ക് ലാർജ് സൈസ് പിസ്സ ഉണ്ടാക്കാനുള്ള ഒരു ബാറ്ററാണ് കേട്ടോ. അപ്പോൾ 1/2 കപ്പ് മൈദ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നല്ലതായിട്ട് അരിച്ചെടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, എന്നിട്ട് മിക്സ് ചെയ്തൊന്ന് എടുക്കാം. അപ്പോഴേക്ക് നമ്മൾ ഈസ്റ്റ് നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ടാവും. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് മൈദക്ക് 1/2 കപ്പ് വെള്ളം കറക്റ്റാണ്. അപ്പോൾ വെള്ളം എടുക്കുമ്പോൾ ഒരുപാട് ചൂടാവരുത്. അപ്പോൾ നമുക്ക് ഈസ്റ്റ് ആക്ടിവേറ്റ് ആയി കിട്ടൂല. ഇളം ചൂടേ പാടുള്ളൂ. അപ്പോൾ ആ ഈസ്റ്റിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആദ്യം മൈദ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് കറക്റ്റ് വെള്ളമാണ്, ഈ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ബട്ടർ ഓയിലൊക്കെ ചേർക്കുമ്പോൾ കറക്റ്റ് പാകത്തിന് കുഴച്ചെടുക്കാൻ പറ്റും. ചെറുതായിട്ട് നമ്മൾ കയ്യിൽ ഒട്ടുന്ന പരുവത്തിൽ വേണം നമുക്ക് പിസ്സയുടെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ, ഇല്ലെങ്കിൽ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ സാധാരണ നമ്മൾ നോർമൽ വെജിറ്റബിൾ ഓയിലോ 1 ടീസ്പൂൺ ചേർത്താൽ മതി. ഞാനിപ്പം ബട്ടറാണ് ചേർത്തിട്ടുള്ളത്. ഏറ്റവും നല്ലത് പിസ്സ ഉണ്ടാക്കുമ്പോൾ ഒലിവ് ഓയിലാണ് നല്ലത്. അപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ബട്ടർ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഒരു 5 മിനിറ്റ് നമ്മൾ ഒരുപാട് പ്രഷർ കൊടുക്കാണ്ട് പതുക്കെ നമ്മൾ കൈവച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു പരുവത്തിലായി കിട്ടും. ഇനി നമുക്കിത് ഇതുപോലെ ഇങ്ങനെ ഉള്ളിലോട്ടേക്ക് ആക്കി നമ്മൾ മടക്കി വെക്കുക. നമ്മൾ സാധാരണ ബ്രെഡിൻ്റെ റെസിപ്പിയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഒരുപാട് കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരു 1-2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ആയിട്ട് വെക്കുക. മാവ് നന്നായിട്ട് പൊങ്ങി വരണം. അപ്പോൾ കുറച്ച് എണ്ണ ആ ഒരു പാത്രത്തിലേക്ക് തടവി ബാറ്ററിലേക്ക് നന്നായിട്ട് ആക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് കൊടുക്കാം. 1-2 മണിക്കൂർ വെക്കുമ്പോഴത്തേനും നന്നായിട്ട് പൊങ്ങി വരും. ഇനി നമ്മൾ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. നമ്മൾ ബാർബിക്യൂ പിസ്സയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ച് ബാർബിക്യൂവിൻ്റെ സോസ് വേണം. അത് നമുക്ക് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് നമുക്കൊരു ടീസ്പൂണോളം ചേർക്കാം. കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് എയർ ഫ്രയറിലാണ് ഫ്രൈ ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ നോർമൽ ചെയ്യുന്നതാണെങ്കിൽ പാനിൽ കുറച്ച് ബട്ടറോ ഒലിവ് ഓയിലോ ഒഴിച്ചിട്ട് അല്ലെങ്കിൽ നോർമൽ ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കുറച്ച് ഒറിഗാനോ കൂടി ചേർക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവർ കിട്ടും നമുക്ക്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ 10 മിനിറ്റിന് ശേഷം എയർ ഫ്രൈ ചെയ്യാൻ വെച്ചു. അപ്പോൾ അത് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മളെ ബാറ്റർ എന്തായി നോക്കാം. ഒരു 2 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ബാറ്റർ നന്നായിട്ട് ഇതുപോലെ നമ്മളെ ഡോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഒന്നുകൂടെ കൈവച്ച് ഒന്ന് കുഴച്ച് കൊടുക്കാം. ഒരുപാട് പ്രഷർ കൊടുക്കരുത്. നമ്മൾ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്ന ഡോ ഒരുപാട് പ്രഷർ കൊടുത്ത് നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ ഒന്നും പരത്തിയെടുക്കരുത്. അപ്പം നമ്മളിത് പിസ്സ ഉണ്ടാക്കുന്നത് ഒരു സ്റ്റീൽ പ്ലേറ്റിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലാണ് ചെയ്യുന്നത്. ഞാൻ എല്ലാവർക്കും ചെയ്യാൻ വേണ്ടുന്ന ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഓവണൊന്നും ഇല്ലാത്തവർക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് എണ്ണയോ ബട്ടറോ പ്ലേറ്റിൽ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഡോ വെച്ചിട്ട് ഒന്നുകിൽ കൈ വെച്ചിട്ട് ഞാൻ ഇതുപോലെ ചെയ്യുന്ന പോലെ ചെയ്യാം, ഇല്ലെങ്കിൽ ഒരു ചപ്പാത്തി പരത്തുന്ന നമ്മൾ ആ കോല് കൊണ്ട് ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് ഇങ്ങനെ വെക്കാം. കുറച്ചുകൂടി എളുപ്പം ഈ ഒരു രീതി ചെയ്യുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ എഡ്ജൊക്കെ നന്നായിട്ട് ഇതുപോലെ കറക്റ്റ് സൈസിൽ പരത്തിയെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചെയ്യാൻ പോകുന്നത് പിസ്സ സോസ് ഒഴിച്ചു കൊടുക്കുകയാണ്. പിസ്സ സോസും അതിൻ്റെ കൂടെ കുറച്ച് ബാർബിക്യൂ സോസും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളിത് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം പിസ്സ സോസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഞാനിതിൻ്റെ ഹോം മെയ്ഡ് റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്, വീട്ടിലെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് കുറേ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച സോസാണ്. അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ എഡ്ജിൽ ഇതുപോലെ കുറച്ച് റൗണ്ടിൽ ആദ്യം നമ്മൾ ആ സോസ് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിത് സൈഡൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ വീഡിയോ കാണിക്കുന്ന പോലെ തന്നെ ചെയ്യാം. അപ്പം നമ്മളിപ്പം ഈ ഒരു ലാർജ് സൈസ് പിസ്സയൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഒരു ടാക്സും GST ഒക്കെ അടക്കം ഒരു 700 ഒക്കെ എന്തായാലും ആവും. നമ്മൾ ഇവിടുന്ന് അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇപ്പം വാങ്ങിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കറക്റ്റ് റേറ്റ് അറിയാം. പക്ഷെ നമുക്ക് വീട്ടിലുണ്ടാക്കാന്നുണ്ടെങ്കിൽ ഒരു 10-350 രൂപയുടെ ചിലവേ ഉള്ളൂ. മൈദയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്നതല്ലേ. നമ്മൾ വാങ്ങിക്കണമെങ്കിൽ ചീസ് വാങ്ങിച്ചാൽ മതി. മറ്റുള്ള സോസൊക്കെ എപ്പോഴും നമ്മളെ കയ്യിൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ആ എഡ്ജ് ഒന്ന് കവർ ചെയ്തതിന് ശേഷം ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന സോസൊക്കെ സെൻട്രലായിട്ട് നന്നായിട്ട് ഇങ്ങനെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ കുറച്ച് ചീസ്, മൊസറല്ല ചീസാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അത് കുറച്ച് ഇട്ട് കൊടുക്കാം. പിസ്സക്ക് ചീസ് അത്യാവശ്യം നന്നായിട്ട് വേണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ചിലർക്ക് അത് ഇഷ്ടം കുറവുള്ളവരുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്താൽ മതി. ഞാൻ അത്യാവശ്യം ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസസ് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു പിസ്സ ചെയ്യാനുള്ള ചിക്കനെ ഉണ്ടാക്കിയിട്ടുള്ളൂ, അപ്പോൾ അത് മുന്നായിട്ട് തന്നെ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ കുറച്ച് കനത്തിൽ ഉള്ളി ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞതും അതുപോലെ കുറച്ച് നീളത്തിൽ ക്യാപ്സിക്കം അരിഞ്ഞതും ചേർക്കുന്നുണ്ട്.
ക്യാപ്സിക്കൊക്കെ നിങ്ങൾക്ക് വേറെ കളറൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. ഞാനിപ്പം ഗ്രീൻ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഡ്രോപ്സ് ആയിട്ട് നമ്മൾ ബാർബിക്യൂൻ്റെ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇത് ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് നമ്മൾ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വീണ്ടും നമ്മൾ ചീസ് ഇട്ട് കൊടുക്കുകയാണ്. ചീസ് നന്നായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ലാസ്റ്റ് കുറച്ച് ഒറിഗാനോ കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ റെഡ് ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ ചേർക്കണമെന്നില്ല, ഒന്ന് വിട്ടുകളയാം. അപ്പം നമ്മളെ പിസയുടെ ബേസ് എല്ലാം റെഡിയായി. ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാം. നമുക്ക് അതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്യാം. അപ്പം ബേക്ക് ചെയ്യാനായിട്ട് ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു വലിയൊരു പാത്രം, നോൺ സ്റ്റിക്ക് പാത്രം വെച്ചു. അതിൻ്റെ മുകളിൽ നമ്മൾ ഗ്യാസ് സ്റ്റൗവിൻ്റെ സ്റ്റാൻഡ് ഉണ്ടാവില്ലേ, അത് കുറച്ച് ഹൈറ്റ് ഉണ്ടാവും. അപ്പോൾ അത് വെച്ച് അതിൻ്റെ മേലാണ് ഞാൻ പ്ലേറ്റ് വെച്ചിട്ടുള്ളത്. നമ്മളിത് ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 25 മുതൽ 30 മിനിറ്റ് വരെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ വെന്തതിന് ശേഷം കാണിക്കാം. ഇപ്പോൾ കണ്ടാൽ നമ്മളെ പിസ്സ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. എനിക്ക് എന്താ പറയണമെന്ന് അറിയില്ല, അത്രയും പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഓവനിൽ ചെയ്താൽ കൂടി ഇത്രയും പെർഫെക്റ്റായി വരത്തില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. അത്രയും അടിപൊളിയായി വന്നിട്ടുണ്ട് ഗ്യാസിൽ ചെയ്ത സമയത്ത്. അപ്പോൾ ഇനി ഇത് നമുക്ക് പുറത്തെടുക്കാം. ചൂടോടുകൂടി തന്നെ നമുക്കിത് കട്ട് ചെയ്ത് കഴിക്കണം. അപ്പം നല്ല അടിപൊളിയാണ്. നിങ്ങൾ ഒരു തവണ ഒന്ന് എന്നെ വിശ്വസിച്ചിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു പിസ്സയുടെ ടേസ്റ്റ് എന്താണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ബാർബിക്യൂ സോസ് ഒന്നും ഒഴിക്കണമെന്നില്ലെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് സാധാരണ പിസ്സ സോസ് മാത്രം വെച്ചിട്ടും ചെയ്യാം. ഇത് പക്ഷേ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അതാ ഞാനിത് കട്ട് ചെയ്യുന്നുണ്ട്. ഒരു പിസ്സ കട്ടർ വെച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്തിട്ട് കഴിക്കാം. ചൂടോടുകൂടി കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. അതുപോലെ നമ്മളെ പേജ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കാണുന്നവരൊന്നും അധികവും വീഡിയോ ലൈക്കൊന്നും ചെയ്യുന്ന പോലെ തോന്നുന്നില്ല എനിക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ലൊരു റെസിപ്പി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.